ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു ചെറിയ കാത് കുത്തിയ കഥയായല്ലോ. അപ്പോൾ ഞാനൊരു കുറച്ച് ജ്വല്ലറി എടുക്കാനായിട്ട് നമ്മൾ ജ്വല്ലറി പോയതാണ്. അപ്പോൾ അവിടെ വേറൊരു കുട്ടിയും അമ്മയും വന്നിരിക്കുന്നു. അപ്പോൾ ആ കുട്ടി കാത് കുത്തുന്നു. അപ്പോൾ അത് കണ്ട ഉടനെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കാത് കുത്തിക്കണം. അതായത് എൻ്റെ അമ്മയും ചേച്ചിയും ഓൾറെഡി സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കുത്തിയിട്ടില്ല. അപ്പോൾ എന്നെ അവരുടെ ടീമിലോട്ട് ചേർക്കാനായിട്ട് പല അവസരങ്ങളിൽ അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീണിട്ടില്ലായിരുന്നു. പക്ഷേ ഈ തവണ അവരെന്നെ കുടുക്കി. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടിൽ എൻ്റെ കാത് സെക്കൻഡ് സ്റ്റഡ് കുത്തിച്ച കഥയാണത്. അപ്പോൾ അങ്ങനെ കാതിൽ അവർ മറ്റേ മാർക്കിട്ടു. അതിനുശേഷം നമ്മുടെ ഗൺ വെച്ചിട്ടാണ് കുത്തിയത് കേട്ടോ. പക്ഷേ ഒരു ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ എടുത്താൽ പോലും എനിക്ക് ഭയങ്കര പേടിയാണ്, നല്ല വേദന വരുമെന്ന്. പക്ഷേ ഇത് കുത്തിയപ്പോൾ എനിക്ക് അങ്ങനെ അത്ര വേദന ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് മാനേജബിൾ വേദനയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു സെക്കൻഡ് സ്റ്റഡ് കുത്തിയ ഒരാളായി മാറി. പിന്നെ നമ്മുടെ ചേച്ചിക്ക് ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്തി കണ്ടപ്പോൾ ആൾ ഓൾറെഡി ഒരു മൂക്കുത്തിയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് മൂക്കുത്തി കുത്തണം എന്നൊരാഗ്രഹം. പക്ഷെ ആൾക്ക് ഗൺ വെച്ചിട്ട് കുത്തണ്ട, തട്ടാൻ വെച്ചിട്ട് കുത്തിയാൽ മതി. കാരണം ഗൺ വെച്ചിട്ട് കുത്തിയാൽ പഴുക്കുമെന്നൊരു പേടി. അപ്പോൾ അങ്ങനെ ആളെന്ത് ചെയ്തു, ഈ തട്ടാനെ വെച്ചിട്ട് മൂക്കുത്തിയിട്ടുണ്ട്. മൂക്കുത്തി കണ്ണൊക്കെ നിറഞ്ഞ ആളിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതാണ്, വെറുതെ ഒന്ന് ജ്വല്ലറിയിൽ വേറെ ആവശ്യങ്ങൾക്കായിട്ട് പോയതാണ്. അങ്ങനെ ഞാനും കാത് കുത്തി, ചേച്ചിയാണെങ്കിൽ മൂക്കും കുത്തി. അങ്ങനെ രണ്ടുപേരും ഒരു രണ്ട് പുതിയ ആഭരണങ്ങളൊക്കെ ആയിട്ടാണ് അന്ന് വീട്ടിലോട്ട് വന്നത്. അത്രയേ ഉള്ളൂ. ബായ്.